ഒരുപക്ഷേ കഴിഞ്ഞ ഒരു 3 മണിക്കൂറിലധികമായി നമ്മുടെ ഫയർഫോഴ്സ് സംഘം മുഴുവൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കണ്ടെത്തിയിട്ടില്ല എന്നുള്ള സങ്കടകരമായ കാര്യമുണ്ട്. അവർക്ക് പറ്റാവുന്ന മനുഷ്യന് സാധ്യമായ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം 4 മണിക്കൂർ പിന്നിടുമ്പോഴും ആ കെട്ടിടത്തിനകത്തേക്ക്, അതായത് തീ എവിടെയാണോ ആളി പടർന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്തേക്ക് കൃത്യമായി വെള്ളം ചീറ്റി തീ അണയ്ക്കാൻ ഇതുവരെ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഫയർമാൻമാർ അതിന് മുകളിൽ കയറിക്കൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് കെട്ടിട നിർമ്മാണത്തിലുള്ള പാകപ്പിഴകളാണ്. കൃത്യമായ ഒരു അഗ്നിരക്ഷാ സംവിധാനം ആ കെട്ടിടത്തിൽ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഏത് നിലയ്ക്കാണ് ഇവരുടെ ലൈസൻസ് നൽകിയിരിക്കുന്നത്, ഇതിനകത്തുള്ള പാകപ്പിഴകൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ ഇത്തരം അപകട ഘട്ടങ്ങളിൽ മാത്രമാണ് ഉയർന്നു വരുന്നത്. ഇത് തീ അണയ്ക്കാൻ ഇതുവരെ ഏതാണ്ട് 25ഓളം യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയിട്ടും കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത്, അതായത് ഏറ്റവും അധികം ആളുകൾ തടിച്ചുകൂടുന്ന എല്ലാ ഇടങ്ങളിലേക്കുമുള്ള ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന, ഇന്ന് അവധി ദിവസമായി ഏറ്റവും കൂടുതൽ ആളുകൾ ഷോപ്പിങ്ങിനെത്തുന്ന ഒരു പ്രദേശത്ത് തീപിടുത്തമുണ്ടായിട്ട് ഭാഗ്യം കൊണ്ടാണ് ആളപായമില്ലാതെ അത് ഈ നിലയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നു എന്നത് കനത്ത നാശനഷ്ടം ഇതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഫയർഫോഴ്സിന് കൃത്യമായി ഈ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ആശങ്ക പടർത്തുന്ന കാര്യമാണ്. നേരത്തെ വ്യാപാരികളിൽ ചിലർ പരാതിയായി ഉന്നയിച്ചത് തന്നെ നഗരപ്രദേശത്ത് ഇത്തരം ഒരു സംഭവത്തിൽ പെട്ടെന്ന് തന്നെ ഈ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. തീ പടർന്നു എന്ന വിവരം അറിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഫയർ എഞ്ചിനുകൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് എന്നൊക്കെയുള്ള പരാതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അത് പിന്നീടൊരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ അതിസാഹസികമായ രീതിയിൽ ഫയർഫോഴ്സ് യൂണിറ്റിൽ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കെട്ടിടത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ കയറി അതീവ സാഹസികമായിട്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്ന് വൈകുന്നേരം 4:50 കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഒരു ഗോഡൌണിൽ, ടെക്സ്റ്റൈൽ ഗോഡൌൺ ഉണ്ടായ തീപിടുത്തം 4:50 ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുന്നു. ഈ സമയവും ഇത്ര നേരമായിട്ടും ഇത്രയധികം ഫയർ എഞ്ചിനുകളും സുരക്ഷാ പ്രവർത്തകരും ഫയർഫോഴ്സും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് നഗരത്തിൽ കനത്ത പുക മൂലം ശ്വാസമുട്ടലുണ്ടാകുന്നു. നമുക്കൊപ്പം സമീർ സി മുഹമ്മദ് കൂടി ചേരുകയാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, താങ്കൾ നിൽക്കുന്ന ഭാഗത്ത് എന്താണ് അവസ്ഥ? തീ നിയന്ത്രണ വിധേയമാക്കുന്ന സൂചനകളുണ്ടോ, അതോ അവിടെയും തീ ആളിപ്പടരുന്ന സാഹചര്യമാണോ? നിലവിൽ ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്നും എനിക്ക് എൻ്റെ കൺകാഴ്ചയിൽ കാണാൻ സാധിക്കുന്നത്, അതായത് തീ ഒരു രീതിയിലും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ, അതായത് ഈ കെട്ടിടത്തിന്റെ ഇടത്തെ ഭാഗത്ത് ചെറിയ രീതിയിലെങ്കിലും പുറത്തേക്ക് വരുന്ന തീ കുറച്ച് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കാരണം പുറത്തേക്ക് വരുന്ന തീ ഉള്ളിലുള്ള തീയല്ല, പുറത്തേക്ക് വരുന്ന തീ. എന്നാൽ അതേ സമയത്ത് ഈ കെട്ടിടത്തിനകത്തെ തീ അത് ഇപ്പോഴും അതായത് അണയ്ക്കാനായിട്ട് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കഴിഞ്ഞ 4:50 മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നിലവിൽ ഈ കെട്ടിടത്തിന്റെ അകത്താണ് തീ വ്യാപിച്ചിട്ടുള്ളത്. അകത്ത് നിന്നാണ് പൊട്ടിത്തെറിയും അതുപോലെ തന്നെ AC-യും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൊട്ടിത്തെറിക്കുന്നതായിട്ട് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിൽ അല്പം മുമ്പ് ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിന്റെ നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആ പുതിയ ബസ് സ്റ്റാൻഡിലാണ് കഴിഞ്ഞ 4 മണിക്കൂറിലധികമായിട്ട് തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് അത്ര വലുതാണ്. കാരണം പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ, അതായത് അല്പസമയം മുമ്പ് ഇവിടെ മിഠായിത്തെരുവിലെ വ്യാപാരികളും ഇവിടെ ഈ പുതിയ സ്റ്റാൻഡിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, മിഠായിത്തെരുവിൽ തുടർച്ചയായിട്ട് തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ ഓരോ 2 മാസവും അല്ലെങ്കിൽ 1 മാസവും കൂടുന്ന ഘട്ടത്തിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കാറുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായാൽ അല്ലെങ്കിൽ അപായങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ തീ പിടിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ഉള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നമ്മുടെ രാഹുൽ സുരേഷ് ഉണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കുറച്ചുകൂടി നമ്മുടെ വ്യക്തമായി ഈ തീപിടുത്തത്തിന്റെ ചിത്രം കാട്ടിത്തരും. രാഹുൽ സുരേഷ് തത്സമയം ചേരുന്നു. രാഹുൽ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ നേരെ എതിർ ദിശയിൽ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടങ്ങളുടെ അവസ്ഥ എന്താണിപ്പോൾ? ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഈ നേരെ എതിർ കെട്ടിടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 4:50 പടർന്ന തീ ഇപ്പോഴും തുടരുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ സുരേഷ് തത്സമയം ചേരുകയാണ്. ഏതാണ്ട് 4 മണിക്കൂറോളം ഈ തീവ്രശ്രമം നടത്തിയിട്ടും
ഫയർഫോഴ്സിന് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തീ പടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ കെട്ടിടത്തിന്റെ ഇടതുഭാഗത്ത് ആദ്യം പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിരുന്നു. ആ ഇടതുഭാഗത്താണ് മെഡിക്കൽ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിന്റെ രണ്ടാം നിലയിൽ വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. തീ വീണ്ടും ആളിക്കത്തുന്നു എന്നതാണ് ഇവിടെ നിന്നും നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും പോകുകയാണ്. അല്പസമയം മുമ്പ് ഈ മെഡിക്കൽ സ്റ്റോറിന്റെ മുകളിൽ തീപിടുത്തം ഉണ്ടായപ്പോഴായിരുന്നു വലിയ ഫ്ലെക്സ് ബോർഡിന് തീ പിടിക്കുകയും ആ തീ താഴേക്ക് വീഴുകയും ചെയ്തത്. ആ ഭാഗത്താണ് ഇപ്പോൾ വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് എ സി പൊട്ടിത്തെറിച്ചതും ഈ മെഡിക്കൽ സ്റ്റോറിന്റെ രണ്ടാമത്തെ നിലയിലായിരുന്നു. ആ ഫ്ലൂയിഡിൽ നിന്നുമായിരിക്കാം ഒരുപക്ഷെ വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഗ്ലാസുകൾ ഉൾപ്പെടെ ഉണ്ട്. ആ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് താഴെ നിന്നും പരമാവധി ആളുകളെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ബസ് സ്റ്റാൻഡ് കാലിയാണ്. ബസ് സ്റ്റാൻഡിൽ ഈ സുരക്ഷ ഏർപ്പെടുത്തുന്ന ആളുകളും തീ അണയ്ക്കാനുള്ള ഉദ്യോഗസ്ഥരും മാത്രമാണ് ഉള്ളത്. ഇടതുഭാഗത്ത് തീപിടുത്തം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ വലതുഭാഗത്ത് വീണ്ടും വലിയ രീതിയിൽ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒരേപോലെ തീ അണയ്ക്കാനുള്ള ശ്രമം സർവ്വസജ്ജമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വിവിധ ജില്ലകളിൽ നിന്നും, അതായത് വയനാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള കൂടുതൽ ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് ഭാഗത്തു നിന്നും ഒരുപോലെ കുറേയധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെള്ളം പമ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇവിടെ നിന്നും കാണുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മധ്യഭാഗത്തും ഒരുപോലെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അത് അല്പസമയം മുമ്പ് ഒരു പരിധിവരെ തീ അണയ്ക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ നിന്നും നോക്കുമ്പോൾ, അതായത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു 10 നില കെട്ടിടത്തിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സാഹചര്യം ഈ കെട്ടിടത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തീ പടർന്നുകൊണ്ടിരിക്കുന്നു, തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് അണയ്ക്കാനുള്ള ശ്രമം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്തുനിന്നും തീ അണച്ച് മറ്റു ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യ ഭാഗത്ത് വീണ്ടും തീപിടുത്തം ഉണ്ടാകുന്നു, തീ കത്തുന്നു എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. സുരേഷാണ് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്.